ഹലോ ഗായ്സ്, നമ്മുടെ ഇവിടെ മഴയും കാറ്റും കാരണം വലിയൊരു കപ്പ എന്ന് വെച്ചാൽ ഭയങ്കര വലുതാട്ടോ. ഒടിഞ്ഞു വീണായിരുന്നു. അന്നേരം അതിനകത്ത് ഞങ്ങളൊന്നും ചെയ്യാൻ പോയില്ല, മണ്ണിനകത്ത് തന്നെ നിന്ന് ചരിഞ്ഞു പോയതായിരുന്നു. അന്നേരം നമ്മൾ അത് പോയി നോക്കിയപ്പോൾ അങ്ങനെ നിൽക്കുന്ന കണ്ട് അതിനകത്തൊരു വാടിപ്പഴുത്ത കപ്പയ്ക്കുണ്ടായിരുന്നു. ഞങ്ങൾ ചെത്തുനിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് പക്ഷെ നല്ല മഞ്ഞ കളറായിരുന്നു. ഇപ്പം വീണ്ടും ഒരു കപ്പയ്ക്ക് അതിനകത്ത് കിടന്ന് പഴുത്ത കേട്ടോ. പക്ഷേ വാടിപ്പഴുത്ത ആയതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് പഴുത്തതുകൊണ്ട് തന്നെ മഞ്ഞ നിറമല്ല, വേറൊരു നിറവാണ്. മധുരം ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം, ഞാൻ കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ ഇപ്പം എൻ്റെ മുറിയിലാണ്, നമുക്ക് അടുക്കളയിലോട്ട് പോകാം. റൈസ് കണ്ടു, ഇത് കേട്ടോ ഞാൻ പറഞ്ഞത് കണ്ടോ. ഇത് പകുതി കണ്ട് ഇവിടെ ഇങ്ങനെ മഞ്ഞ നിറം, ബാക്കി കണ്ടോ ഇവിടെ ഫുള്ള് ഇത് ആണ് ഒരുമാതിരി ഡാർക്ക് കളറാണ്. പഴുത്തോന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ചെത്തി നോക്കാം. ഞാൻ അന്നേരം പാത്രവും പ്ലേറ്റും എല്ലാം എടുത്തിട്ട് വരാം. ചെത്താനുള്ള സാധനം എല്ലാം എടുത്താണ്ട് കണ്ടോ, നമുക്ക് ചെത്താനുള്ള സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ തോന്നുന്നു കേട്ടോ, കപ്പയ്ക്കയുടെ കളർ ശരിക്കും ക്ലിയർ കാണാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു. നേരത്തെ ചെറിയ ക്ലിയർ കുറവുണ്ടായിരുന്നേ. കണ്ട് ഇവിടെ ഇത്രയും ഒരു മഞ്ഞ നിറം, ഇവിടെ ഒരു ഡാർക്ക് പച്ച നിറം, ആൻഡ് ഇവിടെ ലൈറ്റ് പച്ച നിറം. ഇവിടെ കണ്ടു, അതാണ് ഇവിടെ പച്ച നിറം വന്നുകൊണ്ട് എനിക്ക് പഴുത്തോൻ്റെ വിട്ട്. ഇവിടെ ഈ ബ്ലാക്ക് കളർ വന്നുകൊണ്ടാണ് എനിക്ക് വാടിപ്പഴുത്താൻ തോന്നിയത്. നമുക്കിത് മുറിക്കാൻ സാധനം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇരുമ്പിന് പകരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് കൈ മുറിയും, പക്ഷേ എനിക്ക് പേടിയുണ്ട്. ഇങ്ങനെ ഉരച്ചെടുക്കുന്നതാണ്. ഞാൻ ഇതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് മുറിച്ച് കളയാം. മുറിച്ചത് കൂടിപ്പോയിട്ടാണ്. കുറച്ചുകൂടെ മുറിച്ചത്. ഇതെന്തൊരു കട്ടിയാണ് ഇതിന്. എനിക്ക് തോന്നുന്നില്ല ഇത് പഴുത്തൊന്നും. നമുക്കിത് തിന്നാവേ. കറ ഒലിക്കുന്നേ കണ്ടോ ഗൈസ്, ഫുള്ള് കറ ഒലിച്ച്. നമുക്ക് ചെത്തി വെക്കാം. എന്തായാലും ചെത്താം. ഫ്രണ്ട് ചെത്തിയേ. ഇങ്ങനെ ചെത്തുകൊണ്ട് തന്നെ കൈ മുറിയത്തില്ല, വളരെ സേഫ്റ്റിയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് ചെത്താനും പറ്റും. അപ്പൊക്കെ ഫുള്ള് ചെത്തി തീർന്ന്. പക്ഷെ എന്തോ ഒരു ഇതുപോലെ ഇട്ടുണ്ട്, കൈയെല്ലാം ചൊറിയുന്നു. ഞാൻ തിന്ന് നോക്കിയപ്പോൾ എനിക്കൊരു ചൊറിച്ചിലും ഇല്ലായിരുന്നു. ഇത് മുറിച്ച് പ്ലേറ്റിൽ ഇട്ട് എന്തായാലും തിന്നാം. വായൊന്നും ചൊറിയുന്നുണ്ടോന്നൊന്നും അറിയണമല്ലോ. ചിലതിനകത്ത് കുറച്ച് കുരുവേ കാണത്തുള്ളൂ. കപ്പയ്ക്കാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉള്ളത് കിട്ടി. ഞാൻ ഒരെണ്ണം തിന്നു. അതിൻ്റെ കൂടെ എനിക്ക് ചൊറിച്ചിലൊന്നും അനുഭവപ്പെട്ടില്ല, പക്ഷേ കൈ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. എൻ്റെ കയ്യോ നല്ല രീതിയിൽ ചൊറിയുന്നുണ്ട്. പുതിയൊരു വീണ്ടും വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ ബൈ.